3 ബെഡ്റൂമും 3 ടോയ്ലറ്റും. അതുമാത്രമല്ല സിറ്റ് ഔട്ട്, ലിവിങ്, സെപ്പറേറ്റ് ഡൈനിങ്, കിച്ചണിലെ സ്റ്റോർ റൂം, വർക്ക് ഏരിയ, കുറച്ച് ഓപ്പൺ ടെറസും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു വീട് 1200 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അങ്ങനെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വിംനോ എന്നാണ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ പേര്. വൈഫ് അഞ്ജലി ചേച്ചി കോളേജ് പ്രൊഫസറാണ്. വിംനോ ഏട്ടൻ വിദേശത്തും. ഏകദേശം ഒരു 3-4 വർഷം മുന്നേ, അന്ന് ഞാൻ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്പൊക്കെയായി വരുന്ന ടൈമാണ്. ആ ഒരു ടൈമിലാണ് വിംനോ ഏട്ടനെ കോണ്ടാക്ട് ചെയ്തു. ആൾ പുറത്തുനിന്ന് തന്നെ വിളിച്ചത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ കുറേ സംസാരിച്ചു. അന്ന് വിംനോ ഏട്ടൻ ലാൻഡൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് വീട് നിർമ്മിക്കുന്നതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വരുന്ന ടൈമാണ്. അപ്പോൾ പ്രോജക്റ്റുകളെ പറ്റിയും എങ്ങനെ വീട് നിർമ്മിക്കുക എന്നുള്ളതും അതിൻ്റെ കുറേ കാര്യങ്ങളും ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. അതിനെല്ലാം ശേഷം ഇപ്പോൾ കഴിഞ്ഞ വർഷം വിംനോ ഏട്ടൻ എന്നെ വീണ്ടും വിളിച്ചു, ഈ ഒരു പ്ലോട്ടൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. വിംനോ ഏട്ടന് 2 കുട്ടികളാണ്, ഒരു മോനും മോളും. കോഴിക്കോട് ജില്ലയിൽ ടൗണിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററിൽ ചാലിത്താഴ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രോജക്റ്റ് നിൽക്കുന്നത്. ഏകദേശം 5 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ ഒരു 5 സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത വീട്, വളരെ മിനിമലായിട്ട്. അഞ്ജലി ചേച്ചി എന്നും ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ടും വിംനോ ഏട്ടൻ പുറത്തായതുകൊണ്ടും വീട് മെയിൻറ്റെയിനിങ് വളരെ ഈസി ആയിരിക്കണം എന്നുള്ളത് അഞ്ജലി ചേച്ചി നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂമിനൊന്നും അധികം വലിയ സ്പേസസ് ഒന്നും വേണ്ട, സ്ഥലങ്ങളൊന്നും വേസ്റ്റ് ആവാതെ നമ്മുടെ ഈ ഒരു സ്ക്വയർ ഫീറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൊരു വീട്. അതിൽ തന്നെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 3 ബെഡ്റൂം, അതിൽ 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ടോയ്ലറ്റ്, ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ഉണ്ടാവണം, പിന്നെ കിച്ചൺ ഉണ്ടാവണം, കിച്ചണിലൊരു വർക്ക് ഏരിയ വേണം, പിന്നെ അതേപോലെ തന്നെ കിച്ചണിലൊരു സ്റ്റോർ സ്പേസ്, ഒരു സ്റ്റോർ റൂമായിട്ട് തന്നെ അത്യാവശ്യം ഒരു പൂജാ സ്പേസ്, ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീടാണ് പുള്ളിക്കാരി നമ്മളടുത്ത് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തു. ഇപ്പോൾ ഏകദേശം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ മിനിമലായിട്ടുള്ള ഡിസൈൻ, ഫ്ലാറ്റ് സ്ലാബാണ്. ഇവിടെ സ്ലോ പ്രൂഫോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ ഒരു കണ്ടംപററി സ്റ്റൈലിലേക്ക് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ. ഭയങ്കര മിനിമലാണ്, ഭയങ്കര ക്യൂട്ടാണ് ഈ വീട്. ഞാൻ നമ്മളെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറുന്ന ലിവിങ്ങിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ ഒരു എൽ ഷേപ്പിലായിട്ടാണ് സോഫ വരുന്നത്. ഈ ഒരു വാളിലായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് സ്റ്റെയർ കയറി പോകുന്നത്. ഇവിടെ ആദ്യം നമ്മൾ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആയിരുന്നു, പിന്നെ അത് മാറ്റി കോൺക്രീറ്റിൽ തന്നെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ലിവിങ്ങിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഈ ബെഡ്റൂമിൽ നമ്മൾ പ്രത്യേകിച്ച് ടോയ്ലറ്റ് കൊടുത്തിട്ടില്ല. അതിൻ്റെ സൈഡിൽ തന്നെ വരുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഡൈനിങ് കാണാൻ പറ്റും. ഡൈനിങ് നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സി ഷേപ്പിൽ തന്നെ 3 സൈഡും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ലാബ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. 2 സൈഡിലും വെന്റിലേഷൻ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റോർ റൂം സ്പേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോർണറിലായിട്ട് ലിവിങ്ങിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻവേർട്ടറിൻ്റെ സ്പേസും കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഡോറിൻ്റെ പുറത്താണ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് വർക്ക് ഏരിയയിൽ ഈ ഭാഗത്തായിട്ടൊരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് പുകയില്ലാത്ത അടുപ്പിനുള്ള സ്പേസ്. പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് പുറത്തുനിന്നുള്ള ടോയ്ലറ്റ് കാണാൻ പറ്റും. നമ്മുടെ സ്റ്റെയറിൻ്റെ കൂടെ അടിയിലായിട്ടാണ് ഈ ഒരു ടോയ്ലറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയുള്ളൊരു ടോയ്ലറ്റാണ് പുറത്ത് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കാഴ്ച, പുറത്തുനിന്നുള്ള ഒരു കാഴ്ച കിട്ടാതിരിക്കാൻ വേണ്ടി ഈ ഒരു സൈഡിലായിട്ടൊരു ഷോ ആൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കയറി നമ്മൾ നേരെ മേളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടൊരു ചെറിയ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു റിങ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്റ്റീരിയർ ഡിസൈനിൻ്റെ പാർട്ടാണ്. മുകളിലേക്ക് വരുമ്പോൾ ഒരു അപ്പർ ലിവിങ്, അത്യാവശ്യം സ്പേസിൽ ഒരു സോഫ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അപ്പർ ബാൽക്കണി. ഇതാണ് അപ്സ്റ്റെയറിൽ വരുന്ന ബെഡ്റൂം. ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയുള്ളൊരു ടോയ്ലറ്റും ഈ ഒരു ഏരിയയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇനി ഫ്യൂച്ചറിൽ ഒരു 4ാമത് ബെഡ്റൂം കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയുള്ളൊരു ഓപ്പൺ ടെറസ് ഇവിടെ ഉണ്ട്. ഫ്യൂച്ചറിലൊരു റൂമും അതിനൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും എടുക്കാനുള്ള ഒരു സ്പേസും നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ഒരു 25-26 ലക്ഷം രൂപയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വളരെ മിനിമലായിട്ടുള്ള ഇൻറ്റീരിയറും ലാൻഡ്സ്കേപ്പ് കോമ്പൗണ്ടൊക്കെ അടക്കം മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ തീമിനെ പറ്റി. ഓരോ പ്രോജക്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലത് ട്രോപ്പിക്കലാണെങ്കിൽ, ചിലത് മോഡേൺ കണ്ടംപററി ആയിട്ട്, ചിലത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, കുറച്ച് പ്രീമിയം ആയിരിക്കും. ആക്ച്വലി ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു ക്ലയൻറ്റിനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അവരുടെ ബഡ്ജറ്റ്, ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലായി
എൻ്റയർലി അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു വീടാണ്. അത് ചിലപ്പോൾ മറ്റുള്ള ക്ലയൻസിന് അതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ഘടകങ്ങളുണ്ടാവാം, ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഘടകങ്ങളെല്ലാം എല്ലാം ഡിപ്പെൻഡിങ് ഓൺ ദ ഫാമിലിയാണ്. ഒരു ഫാമിലി എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എല്ലാ ആഴ്ചയിലും ഞാൻ എൻ്റെ ഓരോ പ്രോജക്റ്റുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ശ്രമിക്കും. അത് ചിലപ്പോൾ സൈറ്റിൽ നിന്നിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ ആ ഒരു പ്രോജക്റ്റിനെ മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കാം. എന്ത് തന്നെ ആണെങ്കിലും ഈ പ്രോജക്റ്റുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ പേജ് ഫോളോ ചെയ്യുക, ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.